മലപ്പുറത്തേക്ക് ഒന്ന് പോകണം. ഈ LDFന്റെ പല ജില്ലകളിലെയും സാഹചര്യം പറഞ്ഞ പോലെ ഏത് കാറ്റടിച്ചാലും അങ്ങനെ കടപുഴകാത്ത, UDFനെ സംബന്ധിച്ചിടത്തോളം കടപുഴകാത്ത, ലീഗിന്റെ തോളിൽ ചാരി ലീഗിന്റെ കോണിയിൽ കയറി കോൺഗ്രസ് സംവിധാനം കഴിഞ്ഞ പക്ഷേ 16-ൽ 4 സീറ്റുകൾ നേടാൻ LDFന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 4 സീറ്റുകൾ അവിടെ KT ജലീൽ ജയിച്ചു, അവിടെ PV അൻവറിന് ജയിക്കാൻ കഴിഞ്ഞു, അബ്ദുറഹ്മാന് ജയിക്കാൻ കഴിഞ്ഞു, പൊന്നാനി സീറ്റും നിലനിർത്തുവാനായിട്ട് LDFന് കഴിഞ്ഞിരുന്നു. പക്ഷേ ഇത്തവണ UDF കൂടുതൽ സീറ്റുകൾ പ്രതീക്ഷിക്കുകയാണ്. കഴിഞ്ഞ തവണത്തെ പോലെ ആയിരിക്കില്ല ഇത്തവണ മലപ്പുറം. UDFന്റെ അതിശക്തമായ മുന്നേറ്റമായിരിക്കും. മലപ്പുറത്തിന്റെ ആ കാർഡിലേക്ക് വളരെ പെട്ടെന്ന് പോകാം. അത് മലപ്പുറം, പെരിന്തൽമണ്ണ, മഞ്ചേരി, ഏറനാട്, വണ്ടൂർ, വേങ്ങര, നിലമ്പൂർ, മങ്കട, വള്ളിക്കുന്ന്, കോട്ടയ്ക്കൽ, കൊണ്ടോട്ടി, തിരുരങ്ങാടി, താനൂർ. ഇത് ഏത് സാഹചര്യത്തിലും UDF ജയിക്കും എന്ന് അവർ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന മണ്ഡലങ്ങൾ തന്നെയാണ്, സംശയമില്ല. അതേസമയം LDF 2 മണ്ഡലങ്ങളിൽ മാത്രമാണ് ഉറച്ച വിജയസാധ്യത കാണുന്നത്. അവിടെയും മത്സരമുണ്ട്, മത്സരമില്ല എന്നുള്ളതല്ല. പൊന്നാനിയും തവനൂരും അത് അവിടെ ജയിക്കുമെന്ന് അവർ കരുതുന്നു. ഇതിൽ ഒരു മണ്ഡലം കൂടിയുണ്ട്, തിരൂർ. ഞാനത് UDFിലേക്ക് തന്നെ ചേർത്ത് വയ്ക്കുകയാണ്. കാരണം തിരൂരിൽ V അബ്ദുറഹ്മാൻ മത്സരിക്കുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് അത് UDFിലേക്ക് ചേർക്കാതിരുന്നത്. പക്ഷേ ശക്തമായ വേരോട്ടം മുസ്ലിം ലീഗിനുള്ള ഒരു മണ്ഡലമാണ്. ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് അവിടെ മലപ്പുറത്ത് UDF ഭൂരിപക്ഷം കൂട്ടുന്നതിന് വേണ്ടി മാത്രം മത്സരിക്കുന്നത്? അതിലൊരു മണ്ഡലം കൂടിയാണ് തിരൂർ. പക്ഷേ അബ്ദുറഹ്മാന്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് അബ്ദുറഹ്മാൻ ജയിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് തിരൂർ തൽക്കാലം UDFന്റെ ലിസ്റ്റിലേക്ക് വരാത്തത്. പക്ഷേ തിരൂരും കൂടി ഉൾപ്പെടുത്തുമ്പോൾ അത് 14-2 എന്നായിട്ട് മാറും. തവനൂർ ഉറപ്പില്ല KT ജലീലിന്, ജോയിക്കും സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ UDFന്റെ ഒരു ശക്തമായ ഒരു സാന്നിധ്യമായിരിക്കും ഇത്തവണ മലപ്പുറത്ത്. അത് 15-1 പോലും നൗഷാദ് അലിക്ക് ചിലപ്പോൾ കാലിടറിയേക്കും. മലപ്പുറം വരാനുള്ള ഈ രീതിയിൽ 15-1 ആകാനുള്ള സാധ്യത. 17,000-ഓളം വോട്ടുകൾക്ക് പൊന്നാനിയിൽ കഴിഞ്ഞ CPM ജയിച്ച പൊന്നാനി നിലനിർത്തുവാനായിട്ട് LDFന് കഴിയും. ഒരു പക്ഷേ തവനൂരും. ഇപ്പോൾ താനൂര് കഴിഞ്ഞ തവണ നേടിയതാണ്, പക്ഷേ താനൂർ ഇത്തവണ ജയിക്കുവാനുള്ള സാധ്യത കാണുന്നില്ല. കഴിഞ്ഞ V അബ്ദുറഹ്മാന്റെ സാന്നിധ്യമാണ് താനൂരിൽ LDFനെ സഹായിച്ചത്. വളരെ പെട്ടെന്ന് കിരൺ സൈത്ത്, ഈ മലപ്പുറം ജില്ലയെ സംബന്ധിച്ചുള്ള പ്രത്യേകത, മലപ്പുറം ജില്ലയിൽ 2006-ൽ മാത്രമാണ് ഇടതുമുന്നണിക്ക് അവിടെ ഒരു മേൽക്കൈ ഉണ്ടാക്കാൻ കഴിഞ്ഞത്. അന്ന് PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ലീഗിൻ്റെ പ്രമുഖരടക്കം പാടെ വീണുപോകുന്ന അവസ്ഥയുണ്ടായി. മലപ്പുറം ജില്ലയിൽ വലിയൊരു ഷിഫ്റ്റ് ഇടതുമുന്നണിക്ക് അനുകൂലമായിട്ട് ഉണ്ടായി. ഈ പരമ്പരാഗതമായി ലീഗിന് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന മുസ്ലിം വിഭാഗത്തിൽ വലിയൊരു വിഭാഗം ആളുകൾ അത് ലീഗിനെ വിട്ട് ഇടതുമുന്നണിയിലേക്ക് വന്നു. അതിനുശേഷം 2009-ലെ തെരഞ്ഞെടുപ്പിൽ ഇവിടെ PDPയെ കൂട്ടുപിടിച്ച്, CPIയുടെ സീറ്റ് മാറ്റി PDPയെ കൂട്ടുപിടിച്ച് PDP സ്ഥാനാർത്ഥി രണ്ടത്താണി അവിടെ സ്ഥാനാർത്ഥിയായി വരുന്നു. ഇതോടുകൂടി വീണ്ടും ചിത്രം ലീഗിന് അനുകൂലമായി തന്നെ മാറുന്നു. പിന്നീട് ഒരിക്കൽ പോലും ഇടതുമുന്നണിക്ക് മലപ്പുറം ജില്ലയിൽ അങ്ങനെ ഒരു കാര്യമായ കടന്നുകയറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ലീഗിനെ സംബന്ധിച്ച് ഇത്തവണയും അങ്ങനെ കാര്യമായ 1-2 സീറ്റുകളിലേക്ക് പറയുന്നതിനപ്പുറത്തേക്ക്, പരമാവധി പോയാൽ 3 സീറ്റ്, അതിനപ്പുറത്തേക്ക് മത്സരം തന്നെ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. മറ്റേതെങ്കിലും ഒരു സ്ഥലത്ത് ലീഗിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് അങ്ങനെ കാര്യമായ ഒരു വെല്ലുവിളി തന്നെ ഇല്ല. ഈ 3 സീറ്റിൽ മാത്രമാണ് ഒരു കടുത്ത മത്സരമെങ്കിലും നേരിടുന്നത്, അല്ലെങ്കിൽ ഇടതുമുന്നണിക്ക് ആ തരത്തിൽ പ്രതീക്ഷയുള്ളൂ. അതിനപ്പുറത്തേക്ക് പോകാനുള്ള സാധ്യത വലിയ മുന്നേറ്റമാണ് ഉണ്ടായാൽ 3+ ചിലപ്പോൾ 1 വരെ വരാം. അതിനപ്പുറത്തേക്ക് എന്തായാലും ഇടതുമുന്നണിക്ക് വരാൻ യാതൊരു സാധ്യതയും മലപ്പുറം ജില്ലയിൽ ഞാൻ കാണുന്നില്ല. ഒപ്പം ഒരു കൗതുകമുള്ള ഒരു കാര്യം കൂടി, ഒരു പക്ഷേ സംസ്ഥാനത്ത് ഇത്തവണ ഏറ്റവും ഭൂരിപക്ഷം ഉണ്ടാവുന്ന സ്ഥാനാർത്ഥി PK കുഞ്ഞാലിക്കുട്ടി ആവാനുള്ള സാധ്യതയുണ്ട്. അത് മലപ്പുറത്ത് നിന്നായിരിക്കുമെന്ന പ്രത്യേകതയുമുണ്ട്. അദ്ദേഹത്തിൻ്റെ മണ്ഡലം മാറ്റം പോലും ആ ഒരു ലക്ഷ്യത്തോടെയാണെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ഇത്തവണ റെക്കോർഡ് അടിക്കാൻ പോകുന്ന ഒരു പക്ഷേ കുഞ്ഞാലിക്കുട്ടി ആവാം. അങ്ങനെയെങ്കിൽ അത് മലപ്പുറത്ത് തന്നെ ഉണ്ടാവാനാണ്. തിരൂരിൽ ഒരു പ്രവചനം നടത്തുന്നുണ്ടോ സൈത്ത്? എന്താണ് തിരൂർ അബ്ദുൾ റഹ്മാനെ സംബന്ധിച്ച് രാഷ്ട്രീയ ഭാവി പോലും ചോദ്യം ചെയ്യപ്പെടുന്ന ഒന്നായി ഈ തീരുമാനം മാറുമോ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഒരിക്കലും ഉറപ്പിച്ച സീറ്റായി മാറ്റാൻ കഴിയില്ല. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഇഞ്ചോടിഞ്ച് പോര് നടന്ന ഇടമാണ്. അതുകൊണ്ട് സാധ്യതകൾ നമുക്ക് പ്രവചിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ്. അവിടെ ഒരു പക്ഷേ 15-1 ഒരു കണക്കാണ് ഞാൻ കൂടുതൽ സാധ്യത. അബ്ദുൾ റഹ്മാൻ ചോദിച്ചു വാങ്ങിയതാണ് ഇത് എന്നുകൂടി വേണമെങ്കിൽ പറയേണ്ടി വരും. ശരിയാണ്, 15-1 ആയിരിക്കും. പൊന്നാനി മാത്രം തിരൂരിൽ അബ്ദുറഹ്മാൻ ജയിക്കില്ല. തിരൂരിൽ അബ്ദുറഹ്മാൻ ജയിക്കുവാനുള്ള ഒരു സാഹചര്യവും നിലവിലില്ല. താനൂരിൽ നിന്ന് അദ്ദേഹം തിരൂരിൽ വന്നെന്ന് വെച്ചും അതിലൊരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. അങ്ങനെ താനൂരും നഷ്ടപ്പെടും. 15-1 എന്ന കണക്കിലേക്ക് നമുക്കൊരു ഫൈനലായിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് കണ്ണൂർ ഡിസ്ട്രിക്റ്റിലേക്ക്, വയനാടുണ്ട്. നമുക്ക് കണ്ണൂർ കഴിഞ്ഞിട്ട് കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.